വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് പൊരി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കാണാൻ പോണത്. ഇത് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. കൊൽക്കട്ടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ജൽമുരിയാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അവർ ചെയ്യണ പോലെ അത്രയും ഓത്തൻറ്റിക് അല്ല, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ 5 കപ്പ് പൊരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മൊരുമൊരാന്നുണ്ടാവണം കേട്ടോ അത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, ഒരു പച്ചമുളക് കുരുകളഞ്ഞത്, കുറച്ച് വെള്ളരിക്ക അഥവാ കക്കരിക്ക, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഒന്ന്, ചെറിയൊരു കഷ്ണം മാങ്ങ, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, കുറച്ച് മല്ലിയില. ഇതെല്ലാം നല്ല ചെറുതായിട്ട് വേണം മുറിച്ചിട്ട് ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് പൊരി കൊണ്ട് ഉണ്ടാക്കണ ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണൂ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഗരം മസാല, ചാട്ട് മസാല, കുറച്ച് മുളക് പൊടി. കുട്ടികൾക്കാണെങ്കിൽ മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പൊരിയിൽ ഉപ്പുണ്ട്, അത് പ്രത്യേകം ഓർക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓത്തൻറ്റിക് ആയിട്ടുള്ള ജൽമുരിയിൽ കുറച്ച് കടുകെണ്ണ ചേർക്കും, പിന്നെ അച്ചാറിൻ്റെ എണ്ണ, പിന്നെ കുറച്ച് പുളിയുടെ പേസ്റ്റൊക്കെ ചേർക്കും. ഞാനിന്ന് അതൊന്നും ചേർക്കണില്ല കേട്ടോ. എൻ്റെ ഒരു രീതിക്കാണ് ഉണ്ടാക്കി കാണിക്കണത്. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഓമപ്പൊടിയാണ്, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഈ ഓമപ്പൊടിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഓമം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബേസൻ സേവായി. അതാണ് ആക്ച്വലി ഇതിലിട്ട് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതാണ് മിക്സ്ചർ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ സമോസ ഉണ്ടെങ്കിൽ അത് പൊടിയായിട്ട് ചേർക്കാം, പാപ്പട് ചേർക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് ഇതിൽ കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് ഫൈനലായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജൽമുരി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു സ്നാക്സാണ്. നമ്മളത് എണ്ണയിലൊന്നും ഇട്ട് വറക്കണില്ല, മാത്രമല്ല വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.